ഹലോ ഗായ്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ അപ്രീസിയേറ്റിംഗ് പ്രോസ് തേർഡ് സെമ്മിലെ അപ്രീസിയേറ്റിംഗ് പ്രോസിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ്. നമ്മൾ കം സെപ്റ്റംബർ അരുന്ധതി റോയുടെ കം സെപ്റ്റംബർ ആണ് ഇപ്പോൾ ലാസ്റ്റ് ഡീൽ ചെയ്ത ചാപ്റ്റർ. നമ്മുടെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈ ഇൻ പ്രൈസ് ഓഫ് ദ ഹംബിൾ കോമ അതാണ് വരുന്നത്. പക്ഷേ ടെക്സ്റ്റിൽ ആ ഒരു ഓർഡർ നോക്കുമ്പോൾ ഈ കം സെപ്റ്റംബർ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്നുള്ള പാടാണ്. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഓർഡറിലാണ് എടുക്കുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഈ ഒരു ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി ബൈ ഉഷ ജയസുദാസൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഉഷ ജയസുദാസൻ എഴുതിയ ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി അതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. അപ്പോൾ ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീതി, മേഴ്സി എന്ന് പറഞ്ഞാൽ ദയ. അപ്പോൾ ഈ ഒരു നീതിയും ദയയും അത് തമ്മിലുള്ളൊരു സംഭവമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ആ ടെക്സ്റ്റത്തെ ഓർഡറിൽ നമ്മൾ നോക്കുകയാണ്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇത് എഴുതിയ ആളെ പറ്റി നോക്കാം. ദാറ്റ് ഇസ് ഉഷ ജയസുദാസിനെ പറ്റിയിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം. അത് ടെക്സ്റ്റിൻ്റെ ലാസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലാസ്സസാണ് ഡീൽ ചെയ്യുന്നത്. സോ റൈറ്റ് നൗ നമ്മൾ തേർഡ് സെം അപ്രീസിയേറ്റിംഗ് പ്രോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് ഉഷ ജയസുദാസൻ. ഓക്കെ, സോ ഉഷ ജയസുദാസൻ എന്ന് പറയുന്നത് അവരൊരു ഫ്രീലാൻസ് റൈറ്ററാണ്. ഓക്കെ, അവർ കൂടുതലായിട്ടും ഈ ഇൻസ്പിറേഷണൽ ആർട്ടിക്കിൾസ് അതുമാതിരി ഇൻസ്പിറേഷണൽ ബുക്സൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. സോ അവർ വളർന്നതൊക്കെ യുകെയിലാണ്, യുണൈറ്റഡ് കിങ്ഡത്തിലാണ് അവർ വളർന്നതൊക്കെ. പിന്നെ അവിടെ വെച്ചിട്ടാണ് BA ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് വെയിൽസ് എന്ന് അവർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈ ഉഷ അവരുടെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഐ വിൽ ലൈ ഡൗൺ ഇൻ പീസ്, ബീങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് പീസ്, ദ ഫിറ്റ്നസ് ഇൻസ്റ്റിങ്ക്റ്റ്, എ റെവല്യൂഷണറി ന്യൂ അപ്രോച്ച് ടു ദ ഹെൽത്തി, എ ചൈൽഡ്സ് പാത്ത് വെൻ വിൻ്റർ കംസ് ആൻഡ് ഹി എംബ്രേസ്ഡ് ഹിം, ക്വസ്റ്റ്യൻസ് ദാറ്റ് ചാലഞ്ചസ് ആൻഡ് ദാറ്റ് വി മേ ബി വൺ, ബ്രോക്ക്നെസ്. സോ ഇതൊക്കെയാണ് ഇവരുടെ മേജർ ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവർ നമ്മുടെ വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ അംബാസഡറാണ്. ഓൾസോ നമ്മുടെ ഇന്ത്യനെ പീസ് എഡ്യൂക്കേഷൻ കോൺഫറൻസ് അറ്റ് ബെൽഫാസ്റ്റിൽ 2002 റെപ്രസെൻറ്റ് ചെയ്തത് ഇവരാണ്. പിന്നെ ഇവരുടെ കുറച്ച് ആർട്ടിക്കിൾസിനെ പറ്റി പറയുമ്പോൾ ആൻ ആക്ട് ഓഫ് ഡിസ്കവറി, ദ അഹിംസ വേ, മൈൻഡ് മാറ്റേഴ്സ്, ഔട്ട് ഓഫ് ആഫ്രിക്ക, ഇക്സോഡസ്, ഇതൊക്കെ ഇവരുടെ മെയിനായിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസാണ്. സോ ഇവർ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് എഴുതാറുണ്ട്. ഈ ഹിന്ദു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, ഇംഗ്ലീഷിലുള്ള മെയിൻ 2 ന്യൂസ് പേപ്പേഴ്സാണ്. അതിലേക്ക് ആർട്ടിക്കിൾസ് റെഗുലർലി എഴുതുന്ന ഒരു റൈറ്ററാണ് ഈ ഉഷ ജയസുദാസൻ. ഓക്കെ, പിന്നെ ഇവർ അഹിംസ എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ അടുത്ത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമാണ് അഹിംസ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോൺ വയലൻസ് മാത്രമല്ല, പിന്നെ എന്താണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ട്രസ്റ്റ് ചെയ്യുക, അതുമാതിരി അവരുടെ അടുത്ത് താങ്ക്ഫുൾ ആവുക, അവരുടെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആവുക, അതും കൂടി ഈ ഒരു അഹിംസ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്നതാണ്. അല്ലാതെ നോൺ വയലൻസ് മാത്രമല്ല ഈ അഹിംസ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. പിന്നെ അഹിംസയുടെ ഒരു ഹോൾമാർക്കായിട്ട് ഇവർ കൺസിഡർ ചെയ്യണത് സിംപ്ലിസിറ്റീനെയാണ്. സിംപ്ലിസിറ്റിയാണ് അഹിംസയുടെ ഹോൾമാർക്ക് എന്നാണ് ഉഷ ജയസുദാസിൻ്റെ അവർ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ്. ഓക്കെ, പിന്നെ അവരുടെ ഫേവറേറ്റ് തീംസിൽ വെച്ചിട്ട് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുമാതിരി തന്നെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നതുമാണ്. വൺ ഓഫ് ഹർ ഫേവറേറ്റ് തീംസ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്സ് ആൻഡ് ദ വേ ഓഫ് എക്സ്പ്രസിങ് ലവ്, അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു ഫേവറേറ്റ് തീം എന്ന് പറയുന്നത്. ആൻഡ് അവർ ഭയങ്കര സിമ്പിൾ ലൂസിഡ് സ്റ്റൈലിലാണ് അവരുടെ റൈറ്റിങ്സ് ഒക്കെ വരാറുള്ളത്. സിമ്പിളായിട്ട് ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ഉള്ളൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് അവർ ഫോളോ ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ അവരുടെ ഇപ്പോൾ ഒരു ഫേവറേറ്റ് തീം നമ്മൾ പറഞ്ഞു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ലവ് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ്, മനുഷ്യത്വമാണ് അവരുടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവർ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ. എന്നാൽ പോലും ആ ഒരു ക്യാൻസർ വെച്ച് ഡയഗ്നോസ് ചെയ്തെങ്കിലും അവർ ഹെൽത്തി ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. ഓക്കെ, ദെൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, റീഹാബിലിറ്റേഷൻ ഓഫ് എയ്ഡ്സ് വിക്ടിംസ് അതുമാതിരി വിഡോസ്, അവരൊക്കെ ആ ഡിസീസ് സർവൈവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടായിരുന്നു അവരുടെ ആ
ബാക്കിയുള്ള ലൈഫിലൊക്കെ അവർ ആക്റ്റീവ്ലി വർക്കിംഗ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് സച്ച് പേഷ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള ഈ ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് എസ്സേ ആണ്. ഉഷ ജേശുദാസിൻ്റെ ഒരു ഷോർട്ട് എസ്സേ ആണ് ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്ന് പറയുന്നത്. അത് ഈ ജസ്റ്റിസ് ആൻഡ് മേഴ്സി, അതായത് നീതി അതുപോലെ തന്നെ ദയ, അത് ട്വിൻസാണ് എന്നാണ് പറയുന്നത്. ട്വിൻസാണ്, രണ്ട് ഓപ്പോസിറ്റ് കോൺസെപ്റ്റിൽ വരുന്ന ട്വിൻസ്. ഇപ്പോൾ ട്വിൻസ് തന്നെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും, അതുമാതിരിയാണ് നമ്മുടെ ജസ്റ്റിസ് ആൻഡ് മേഴ്സി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഷോർട്ട് എസ്സേയിലൂടെ അവർ പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ യൂസിങ് ദ സ്റ്റോറി ഓഫ് ജീൻ വാൽജിയൻ, ജേശുദാസൻ juxtaposes both the concept to expose the fault lines between them and tries to show that clinging blindly to justice might tantamount to being merciless, and showing mercy might unsettle our conventionally received ideas of justice. അതായത് ഇവിടെ ഈ ഒരു ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്നുള്ള ഈ ഒരു എസ്സേയിൽ ഈ ഉഷ ജേശുദാസൻ ജീൻ വാൽജീൻ എന്നുള്ള അവരുടെ ഒരു കഥയാണ് ഇതിൽ അവർ എടുക്കുന്നത്. ഓക്കെ, ഈ ജീൻ വാൽജീൻ എന്ന് പറയുന്ന ഈ സംഭവം ഇത് ശരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഷോൺ വാൽഷോൺ എന്നാണ്. ഈ ജീൻ വാൽജീൻ, ഇത് ഷോൺ വാൽഷോൺ എന്നാണ് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാൻ ജീൻ വാൽജീൻ എന്ന് പറഞ്ഞത് കേട്ടോ. സോ അവരുടെ ഒരു സ്റ്റോറി ഉപയോഗിച്ചിട്ട് ഇവരെന്താ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ദയയാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില സമയത്തൊക്കെ ജസ്റ്റിസ് മാറ്റി നിർത്തേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ വെറും ജസ്റ്റിസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളൊക്കെ നമ്മളൊരു മേഴ്സിലെസ്, ദയയില്ലാത്ത ഒരാളെപ്പോലെ ആയിപ്പോകും. സോ അത് രണ്ടും ട്വിൻസിനെ മാറിയാണെങ്കിലും ഒരു ഓപ്പോസിങ് ടൈപ്പാണ്. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഈ ഒരു ഷോർട്ട് എസ്സേയിലൂടെ ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഉഷ ജേശുദാസൻ. ഇനി നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ഒരു ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്നുള്ള ഷോർട്ട് എസ്സേയിലേക്ക് കിടക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. ജസ്റ്റിസ് ആൻഡ് മേഴ്സി ആർ ട്വിൻ കൺസേൺസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് എവറി സൊസൈറ്റി. ബോത്ത് ഇൻ ലൈഫ് ആൻഡ് ലിറ്ററേച്ചർ മെനി പീപ്പിൾ ഹാവ് മ്യൂൾഡ് ഓവർ ആൻഡ് എക്സ്പ്ലോർഡ് ദീസ് കോൺസെപ്റ്റ്. Does justice mean an eye for an eye and tooth for a tooth? Is it only what is right and due to each person? Does justice take into account the grinding poverty that traps millions by those who have the power to exploit? And what about mercy and compassion for the unfortunate? Is there any room for it in our modern, fast-paced society? സോ ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ ജസ്റ്റിസ് ആൻഡ് മേഴ്സി, അതായത് നീതിയും അതുമാതിരി തന്നെ ദയയും, അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ട്വിന്നായിട്ട്, അതായത് ട്വിൻസ് ആയിട്ടുള്ളൊരു കൺസേൺ അല്ലെങ്കിൽ ഒരു ചാലഞ്ചാണ്. ഒരുപാട് പേര് ലൈഫിലും അതുമാതിരി തന്നെ ലിറ്ററേച്ചറിലും ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ജസ്റ്റിസ്, നീതി എന്ന് പറഞ്ഞാൽ ഐ ഫോർ എൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത്, അതായത് കണ്ണിന് കണ്ണ് അല്ലെങ്കിൽ പല്ലിന് പല്ല്, ആ ഒരു ഇതാണ് ശരിക്കും ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പവറുള്ള ആളുകളുടെ കീഴിൽ പോവേർട്ടിയിലോട്ട്, ദാരിദ്ര്യത്തിലോട്ട് വീഴുന്ന മില്യൺസ് ഓഫ് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മേഴ്സി, ഒരു ദയ അല്ലെങ്കിൽ കമ്പാഷൻ കാണിക്കാൻ ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് ഇത്രയും ധൃതിയിൽ ഓടുന്ന ഈ ഒരു ലോകത്തിന് അതിനൊക്കെയുള്ള സമയം ഉണ്ടാവുമോ? അങ്ങനെയുള്ളൊരു ചോദ്യത്തിലാണ് നമ്മുടെ ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഫ്രഞ്ച് റൈറ്ററായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ, അദ്ദേഹത്തിൻ്റെ ക്ലാസിക് നോവലായിട്ടുള്ള ലെസ് മിസറബിൾസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസിക് നോവലിൽ ഈ ഒരു തീമിനെ പറ്റിയിട്ടാണ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത്, അബൌട്ട് ജസ്റ്റിസ് ആൻഡ് മേഴ്സി. എന്നിട്ട് അതിൻ്റെ ട്രൂ ഫോമിൽ അതിനെ റിവീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹം. മാത്രമല്ല നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഡൗട്ട്സ്, അതൊക്കെ പുറത്തേക്ക് പറയാനുള്ളൊരു ചാൻസ് കൂടിയും ഈ ഒരു വിക്ടർ ഹ്യൂഗോ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്ന ഫ്രഞ്ച് റൈറ്റർ വിക്ടർ ഹ്യൂഗോൻ്റെ കാര്യം. അദ്ദേഹം ഇതേ തീമിനെ പറ്റിയിട്ടാണ് ഈ ലെസ് മിസറബിൾസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസിക് നോവലിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഷോൺ വാൽഷോൺ, അങ്ങനെയാണ് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുക. നമുക്ക് എളുപ്പത്തിന് ജീൻ വാൽജീൻ എന്ന് പറയാം, സ്പെല്ലിങ് തെറ്റാണ്ടിരിക്കാൻ. പക്ഷേ ഓർക്കുക, അത് ശരിക്കും ഷോൺ വാൽഷോൺ എന്നാണ് വായിക്കുക. അപ്പോൾ അയാൾ എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ളൊരു അൺഎംപ്ലോയിഡ് പെസൻ്റാണ്. യങ് ആണ്, അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല, ഒരു പെസൻ്റ്, ഒരു കർഷകനാണ്. അപ്പോൾ ഈ ജീൻ വാൽജീൻ എന്നുള്ള ഇയാൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പെങ്ങളും പെങ്ങളുടെ മക്കളും ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഹി സ്റ്റോൾ എ ലോഫ് ഓഫ് ബ്രെഡ്.
അവർ വിശന്ന് കരയുന്ന ആ ഒരു ടൈമിൽ അവരുടെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അയാളൊരു ബ്രെഡിൻ്റെ ഒരു ബ്രെഡിൻ്റെ ഒരു പാക്കറ്റ് അയാൾ മോഷ്ടിക്കുകയാണ്, സ്റ്റോൾ ചെയ്യാണ്. അയാൾ മോഷ്ടിച്ചിട്ട് ഇവർക്ക് ഫുഡായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോഷ്ടിച്ചത്. എന്നിട്ടോ പക്ഷേ ഹി വാസ് സെൻറ്റ് ടു പ്രിസൺ. പക്ഷേ കള്ളത്തരം മോഷ്ടിച്ചു എന്നുള്ള കുറ്റത്തിന് അദ്ദേഹത്തിനെ ജയിലിലാക്കുകയാണ്. അവിടെ നിന്ന് ഒരുപാട് വട്ടം ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ ഒരു കുറ്റത്തിന് അയാളുടെ ആ ജയിലിലുള്ള ആ ഒരു ടൈം 19 വർഷത്തേക്ക് അദ്ദേഹത്തിനെ ശിക്ഷിച്ചു. അപ്പോൾ വിശന്നിരിക്കുന്ന തൻ്റെ പെങ്ങൾക്കും അവരുടെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഒരു ലോഫ് ഓഫ് ബ്രെഡിൻ്റെ ഒരു കുഞ്ഞു പീസ് അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒരു കഷ്ണം അത് മോഷ്ടിച്ചത്. അതിനുവേണ്ടി ഇയാളെ ജയിലിലേക്ക് ഇട്ടു. പിന്നെ അവിടുന്ന് ഒരുപാട് വട്ടം അയാൾ എസ്കേപ്പ് ചെയ്യാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ് വാസ് എക്സ്റ്റെൻഡഡ് ടു 19 years. അതായത് ജയിൽവാസം 19 വർഷത്തേക്ക് കൂട്ടി ആ ഒരു കാരണം കൊണ്ട്. ഓക്കെ. പിന്നെ പ്രിസണിൽ വെച്ചിട്ട് ഇയാൾ ഭയങ്കര ആംഗ്രി ആൻഡ് ബിറ്റർ ആവുകയാണ്. കാരണം അയാളുടെ ആ ഒരു സർക്കംസ്റ്റാൻസസ്, അയാളുടെ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥ കാരണമാണ് അയാൾ ആ ഒരു ബ്രെഡ് മോഷ്ടിക്കുന്നത്. എന്നിട്ടും ഇത്രയും സിവിയർ ആയിട്ടുള്ളൊരു പണിഷ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് നേരിടേണ്ടി വന്നതിൽ അയാൾ ഭയങ്കര ഹി ബിക്കംസ് ബിറ്റർ ആൻഡ് ആംഗ്രി. ഓക്കെ. അങ്ങനെ ഫൈനലി അയാളുടെ ഈ ഒരു ജയിൽവാസം കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു ബിഷപ്പിൻ്റെ അടുത്തേക്ക് പോകും. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പ്രീസ്റ്റകന്മാർ, പുരോഹിതൻ. അപ്പോൾ ബിഷപ്പിൻ്റെ അടുത്തേക്ക് പോകുന്ന ടൈമിൽ ആ ബിഷപ്പ് ഇദ്ദേഹത്തിന് ഫുഡും ഷെൽറ്ററും കൊടുക്കും. അന്നത്തെ ദിവസം അവിടെ കഴിയാനുള്ള ഒരു അനുമതിയും കൊടുക്കും. അതുമാതിരി തന്നെ ഭക്ഷണവും കൊടുക്കും ബിഷപ്പ്. പക്ഷേ ഈ വാൽജീൻ എന്താണ്, ഇന്നും ഈ സൊസൈറ്റിയുടെ ഈ ഒരു ഇങ്ങനെ ചിലർ ഭയങ്കര പാവപ്പെട്ടവരായി ജീവിക്കുന്നു, ചിലർ വെൽത്തും അവരുടെ പവറും കൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നു. ഓക്കെ. സോ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ഈ വാൽജീൻ ഇപ്പോഴും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര ആംഗ്രിയാണ്. ഓക്കെ. സോ ഹി ഹാഡ് എ ഹെയ്റ്റ് ഫോർ ദോസ് ഹു ആർ പ്രിവിലേജ്ഡ്. ഓക്കെ. സോ പ്രിവിലേജ് ഉള്ള അല്ലെങ്കിൽ പവറുള്ള ആളുകളുടെ അടുത്ത് ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് ഇയാളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അന്ന് രാത്രി ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബിഷപ്പിൻ്റെ സിൽവർ കാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ചിട്ട് അവിടുന്ന് കടന്നു കളയും. സിൽവർ കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ബിഷപ്പിൻ്റെ കയ്യിലുണ്ടാകുന്ന ഒരു വെള്ളിയുടെ മെഴുകുതിരിക്കാല് അല്ലെങ്കിൽ മെഴുകുതിരിക്കോല് എന്നൊക്കെ പറയും, ആ ഒരു സംഭവമാണ്. അപ്പോൾ ആ സിൽവർ കാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ചിട്ട് ഇയാൾ ഓടി രക്ഷപ്പെടും. പക്ഷേ രാവിലെ തന്നെ അയാൾ പിടിക്കപ്പെടും. എന്നിട്ട് ബിഷപ്പിൻ്റെ ഹൗസിലേക്ക് ഇയാളെ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ ആ സമയത്ത് ബിഷപ്പ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ബിഷപ്പ് പോലീസ്മാൻ്റെ അടുത്ത് പറയും, ഇയാൾ ഒരു തീഫല്ല, വാൽജീൻ കള്ളനല്ല, അയാളത് മോഷ്ടിച്ച് കൊണ്ടുപോയതല്ല, വാൽജീൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവന് ഈ കാൻഡിൽ സ്റ്റിക്ക് കൊടുത്തതാണ് എന്ന് ബിഷപ്പ് പറയും. ഓക്കെ. സോ ആ ടൈമിൽ വാൽജീൻ ആകെ അത്ഭുതപ്പെടുകയാണ്, സ്റ്റണ്ട് വാൽജീൻ. കാരണം ഈ ബിഷപ്പിൻ്റെ ഈ ഒരു കൈൻഡ്നെസ്, ഈ ഒരു ഇത്രയും ദയ അല്ലെങ്കിൽ ഈ ഒരു മേഴ്സി കണ്ടിട്ട് ഈ വാൽജീൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ തന്നെപ്പോലെ ഒരു സ്ട്രേഞ്ചർ, മോറോവർ തന്നെപ്പോലെ ഒരു കള്ളൻ്റെ അടുത്ത് ഈ ബിഷപ്പ് കാണിക്കുന്ന ദയ അത് കണ്ടിട്ട് ഈ വാൽജീൻ ആകെ അമ്പരപ്പെടുകയാണ്. ഓക്കെ. സോ വാൽജീൻ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് ഇയാളുടെ ജീവിതത്തിൽ വലിയൊരു ടേൺ കൊണ്ടുവരികയാണ്, വേറൊരു മാറ്റം കൊണ്ടുവരികയാണ് വാൽജീൻ്റെ ലൈഫിലേക്ക്. ദിസ് വൺ ആക്ട് ഓഫ് മേഴ്സി ആൻഡ് ഫോർഗീവ്നെസ് ബൈ ദ ബിഷപ്പ് സ്പേഴ്സ് ഹിം ഓൺ ടു എ ന്യൂ ലൈഫ്. ഈ ബിഷപ്പ് കാണിച്ച ഈ ഒരു ദയ അല്ലെങ്കിൽ ആ ഒരു ക്ഷമിച്ചു, ഫോർഗീവ് ചെയ്തു, തൻ്റെ കാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ചത് ഫോർഗീവ് ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ദയയും കാണിച്ചു. ആ ഒരൊറ്റ ഇൻസിഡൻറ്റ് കാരണം നമ്മുടെ വാൽജീൻ്റെ ലൈഫ്, അയാൾ പുതിയൊരു ലൈഫിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വാൽജീൻ തൻ്റെ നെയിമൊക്കെ മാറ്റിയിട്ട് വേറൊരു പ്ലേസിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് നല്ല കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് ഇവൻച്വലി പതുക്കെ അവിടുത്തെ റെസ്പെക്റ്റഡ് മേയർ ഓഫ് ദ ടൗൺ ആയിട്ട് മാറി. ഓക്കെ. റെസ്പെക്റ്റഡ് മേയർ, അവിടെ വേറെ ടൗണിൽ പോയി അവിടെ നന്നായിട്ട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷം പതുക്കെ ആ ഒരു ടൗണിൻ്റെ മേയറായിട്ട് നമ്മുടെ ഈ വാൽജീൻ മാറുകയാണ്. ആൻഡ് ഈസ് ഏബിൾ ടു റീപേ ദ ബിഷപ്സ് കൈൻഡ്നെസ് ടു ഹിം ടു മെനി അതേഴ്സ്. സോ ബിഷപ്പ് തന്നോട് കാണിച്ച ആ ഒരു ദയ, മേയർ എന്നുള്ള ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് വേറെ ആളുകൾക്ക് പകരാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു ചാൻസ് കിട്ടി. ഓക്കെ. അങ്ങനെ നിൽക്കുകയാണ്. സോ ഈ ബിഷപ്പിൻ്റെ സിൽവർ മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഈ വാൽജീനെ അറസ്റ്റ് ചെയ്ത പോലീസ്മാൻ്റെ പേരാണ് ജാവേർട്ട്. സോ നമ്മളിവിടെ ബിഷപ്പിൻ്റെ കേസിൽ നമ്മൾ കണ്ടത് മേഴ്സി. ഈ ജാവേർട്ട് എന്നുള്ള ഈ ഒരു പോലീസുകാരൻ, അയാളാണ് ബിഷപ്പിൻ്റെ കാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ച പേരിൽ ഈ വാൽജീനെ നമ്മൾ അറസ്റ്റ് ചെയ്തത്.
സോ വാൽജീൻ അല്ല അത് ചെയ്തത് എന്ന് ബിഷപ്പ് പറഞ്ഞെങ്കിലും അത് ജാവേർട്ട് വിശ്വസിച്ചിട്ടില്ല. കാരണം ഈ ജാവേർട്ടിന് അറിയാം എന്താണ് അത് വാൽജീൻ മോഷ്ടിച്ചതാണ്, ബിഷപ്പ് ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞതാണെന്ന് ഈ ജാവേർട്ടിന് അറിയാം. ഓക്കെ, സോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജാവേർട്ട് ഇന്നും ഈ വാൽജീനെ പിടിക്കണം, അയാൾ മോഷ്ടിച്ചതാണ്, സോ അയാളെ എന്ത് ചെയ്യണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതിൽ ഇയാളുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. സോ അങ്ങനെ മെനി ഇയേഴ്സ് ലേറ്റർ ജാവേർട്ട് കം അക്രോസ് വാൽജീൻ എഗെയിൻ, ബട്ട് ദിസ് ടൈം ഹീ ഈസ് ദ മേയർ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജാവേർട്ട് വാൽജീനെ കണ്ടുമുട്ടുകയാണ്. ആ ടൈമിൽ ഈ വാൽജീൻ ആരാണ്? മേയറാണ്. അപ്പോൾ ജാവേർട്ട് പറയും വാൽജീൻ ഒരു എക്സ് ക്രിമിനലാണ്, ഒരു തീഫാണ്, അങ്ങനെ പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ്, ജസ്റ്റിസ് നീതി അവോയ്ഡ് ചെയ്തും കൊണ്ട് ജയിലിൽ ചാടി രക്ഷപ്പെട്ട് കടന്നു വന്നവനാണ് ഈ ഒരു വാൽജീൻ എന്നുള്ള കാര്യം അവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ജാവേർട്ട് എക്സ്പോസ് ചെയ്യും. ഓക്കെ, സോ ജാവേർട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ വാൽജീൻ അയാളെ തിരിച്ച് പ്രിസണിലേക്ക് കൊണ്ടുപോകുന്നുള്ള പേടി കാരണം അവിടുന്ന് ഹി റൺ അവേ, അവിടുന്ന് അയാൾ ഓടിപ്പോയി ബിഫോർ ജാവേർട്ട് ക്യാൻ ടേക്ക് ഹിം ബാക്ക് ടു പ്രിസൺ. സോ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിയപ്പോൾ ജാവേർട്ടിൻ്റെ അടുത്ത് നിന്ന് അയാൾ ഓടി രക്ഷപ്പെട്ടു. ഫോർ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി ജാവേർട്ട് സ്പെൻസ് ഹിസ് ടൈം പെർസ്യൂയിങ് വാൽജീൻ, ഡിറ്റർമൈൻഡ് ടു മേക്ക് ഹിം പേ ഫോർ ഹിസ് thievery and for his false identity. Valjean has to hide and assume different identity as a hunted man and lives a tormented life full of fear and uncertainty. അപ്പോൾ പിന്നീട് എന്താ ഉണ്ടായത്? അപ്പോൾ വാൽജീൻ ഇയാൾ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടുകയാണ്. പിന്നെ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി മൊത്തം ജാവേർട്ട് ഈ വാൽജീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. വാൽജീൻ ആണെങ്കിൽ എന്താണ്, വാൽജീന് ആകെ പേടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിട്ടും പല ഐഡൻറ്റിറ്റികളിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോർമെൻറ്റഡ് ലൈഫ് ഫുൾ ഓഫ് ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി, ഇനി എന്താ ഉണ്ടാവുകയെന്നറിയാതെ ഭയത്തോടു കൂടിയുള്ളൊരു ജീവിതം വാൽജീന് നയിക്കേണ്ടി വരികയാണ്. ജാവേർട്ടാണെങ്കിലോ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈ വാൽജീൻ ചെയ്ത തീവറി, അതായത് അയാൾ മോഷ്ടിച്ചതിനും ഫോൾസ് ഐഡൻറ്റിറ്റി വേറൊരു ആളാണെന്നുള്ള രീതിയിൽ നടന്നതിനൊക്കെ ഉള്ള ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കും എന്നുള്ള വാശിയിലാണ് ജാവേർട്ട് നടക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ പറയുന്നത് ജാവേർട്ടിൻ്റെ വേൾഡിനെ പറ്റിയിട്ടാണ്. ജാവേർട്ടിൻ്റെ വേൾഡിൽ എന്താണ്, എവ്രിതിങ് വാസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. Everything was black and white. His moral world was stark. It contained no room for ambiguity and compromise, no shades of grey, and certainly no room for mercy. സോ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ജാവേർട്ട് എന്നുള്ള ഒരു പോലീസുകാരൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് മാത്രമാണ്. അവിടെ ദയയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല, അല്ലെങ്കിൽ കോംപ്രമൈസ് അതിനൊന്നും ഒരു സ്ഥാനവുമില്ല. ഓക്കെ, സോ അയാളുടെ ആ ഒരു ജാവേർട്ട് എന്ന് പറയുമ്പോൾ ഹി ഈസ് വെരി സ്ട്രിക്റ്റ്. അയാളുടെ ആ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ എന്താ പറയുക, കരുണ, മേഴ്സി, ദയ അതിനൊന്നും ഒരു സ്ഥാനമില്ലാത്ത ഒരാളാണ് ഈ ജാവേർട്ട് എന്ന് പറയുന്നത്. സോ ബിഷപ്പിൻ്റെയും ജാവേർട്ടിൻ്റെയും ഇടയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആളുകളാണ് അവർ. അല്ല, ബിഷപ്പ് എങ്ങനെയായിരുന്നു? ബിഷപ്പ് മേഴ്സി, ദയയാണ് കാണിച്ചത്. പക്ഷെ ജാവേർട്ടിൻ്റെ മനസ്സിൽ എന്താണ്? ജസ്റ്റിസ് ജയിക്കണം, നീതിബോധമാണ് ജാവേർട്ടിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷെ ബിഷപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ദയയാണ്. ഓക്കെ, നമ്മളും അവരെമാതിരി തന്നെയാണ്. നമ്മളിൽ പലരും, ചിലവർ ജാവേർട്ടിനെ പോലെ ആയിരിക്കും, ചിലവർ ബിഷപ്പിനെ പോലെ ആയിരിക്കും. അതായത് ചില ആളുകൾ കൂടുതലും അവർ കൂടുതലും സ്ഥാനം കൊടുക്കുന്നത് ദയയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, മേഴ്സിക്കായിരിക്കും. പക്ഷെ ചില ആളുകൾ ജാവേർട്ടിനെ പോലെ ജസ്റ്റിസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും ചില ആളുകൾ. സോ അതാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പിന്നെ ചോദിക്കുകയാണ്, ഈ തിന്മേനെ, അതായത് ഈവിളിനെ ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് മൊത്തത്തിലായിട്ട് ഒഴിവാക്കാൻ കഴിയുമോ? അതായത് ചെറിയൊരു തെറ്റിന് വലിയ രീതിയിൽ ശിക്ഷ അനുഭവിച്ച ഒരാളാണ് ഈ വാൽജീൻ എന്ന് പറയുന്ന ആൾ. സോ അയാൾ രണ്ടാമത്തെ ഒരു അവസരം അയാൾ അർഹിക്കുന്നില്ലേ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസാണ് പിന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ബിഷപ്പിൻ്റെ കൈൻഡ്നെസ് കാരണം വാൽജീൻ്റെ ജീവിതത്തിൽ വലിയ ചേഞ്ച് വരികയും അയാൾ അവിടുത്തെ സൊസൈറ്റിയിലത്തെ മേയറായി മാറുകയും ചെയ്തു. എന്നിട്ട് മേയറായിട്ട് ആ സൊസൈറ്റിയിൽ ദയയോട് കൂടിയിട്ട് ഒരുപാട് ആളുകളെ രക്ഷിക്കണം, സഹായിക്കണം എന്നൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അതാകെ മറിയുകയാണ് ചെയ്തത് ജാവേർട്ടിൻ്റെ നീതിബോധം കാരണം. അപ്പോൾ വാൽജീൻ ഇപ്പോൾ അയാളുടെ ലൈഫ് ഫുൾ ഓഫ് ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി, അങ്ങനെ ജീവിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്.
In the story, Javert ruthlessly pursues Valjean all his adult life till one day Valjean has the opportunity to kill Javert. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ അഡൾട്ട് ലൈഫ് മൊത്തം വാൽജീനെ ഒരു ദയയില്ലാത്ത ജാവേർട്ട് പിന്തുടരുകയാണ് ചെയ്യുന്നത്, അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം വാൽജീന് എന്ത് കിട്ടും? ഈ ജാവേർട്ടിനെ കൊല്ലാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടും. ഓക്കെ, സോ അയാളെ കൊന്നു കഴിഞ്ഞാൽ, ജാവേർട്ടിനെ കൊന്നു കഴിഞ്ഞാൽ എന്താണ്, വാൽജീന് പിന്നെ എങ്ങോട്ടും ഒളിച്ചോടേണ്ട ആവശ്യമില്ല. ഹി വിൽ ബി സേഫ് അല്ലേ. ജാവേർട്ടിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ പേടിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ഈ വാൽജീനെ നയിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. അയാൾക്ക് വീണ്ടും ഒരു ഫ്രീ മാനിനെ മാതിരി ജീവിക്കാൻ പറ്റും. പക്ഷെ വാൽജീൻ എന്താ കാട്ടിയത്? വാൽജീൻ്റെ മനസ്സിൽ അപ്പോഴും തോന്നിയത് ബിഷപ്പ് അയാളോട് കാണിച്ച ആ ഒരു ദയയാണ്. സോ ബിഷപ്പ് അയാളോട് കാണിച്ച ആ ഒരു മേഴ്സി അത് ഓർത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഈ വാൽജീൻ ജാവേർട്ടിനെ ഫോർഗീവ് ചെയ്യണം, അതായത് ജാവേർട്ടിനോട് ക്ഷമിച്ചിട്ട് അയാളെ വെറുതെ വിട്ടു. ഓക്കെ, ഹിയർ അഗെയിൻ വി സീ ദ ഇൻക്രെഡിബിൾ ആക്ട് ഓഫ് ഫോർഗീവ്നെസ് ആൻഡ് മേഴ്സി, ദ ഡെലിബറേറ്റ് പുട്ടിംഗ് അസൈഡ് ഓഫ് വൺസ് ഫീലിംഗ്സ്, ഹേർട്ട് ആൻഡ് ബിറ്റർനെസ് ടു സ്ട്രെച്ച് ഔട്ട് ടു സമ്മൺ ഹു ഹാസ് ഹാംഡ് ആൻഡ് ഹേർട്ട് സോ മച്ച്. സോ ജാവേർട്ടിനെ വെറുതെ വിട്ടപ്പോൾ നമുക്കിവിടെ എന്താ കാണാൻ കഴിഞ്ഞത്? നമ്മൾ വീണ്ടും കാണുന്നത് ഇൻക്രെഡിബിൾ, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്തുള്ള ഒരു ഫോർഗീവ്നെസ് ആൻഡ് മേഴ്സി. അത്രയും ക്ഷമിക്കാനും അതുമാതിരി തന്നെ മേഴ്സി, ദയ കാണിക്കുന്ന ഒരാളെയാണ് നമ്മളിവിടെ കാണുന്നത്. അയാളുടെ വേദനകളും അയാളുടെ ലൈഫിലുണ്ടാകുന്ന ആ ഫിയറും ഒക്കെ മാറ്റി വെച്ചും കൊണ്ട് വേറൊരാൾ, തന്നെ അത്രയും ഹാം ചെയ്യുന്ന ഒരാളെ വെറുതെ വിടാൻ കാണിച്ച ആ ഒരു മനസ്സ്, ആ ഒരു ഇൻക്രെഡിബിൾ ആക്ട് ഓഫ് ഫോർഗീവ്നെസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജാവേർട്ടിനെ വെറുതെ വിട്ടപ്പോൾ. പിന്നെ അവിടെ രണ്ട് പോയിന്റ് പറയുന്നുണ്ട്. അൺലൈക്ക് വാൽജീൻ, ജാവേർട്ട് കുഡ് നോട്ട് റെസ്പോണ്ട് ടു സച്ച് ആൻ ആക്ട് ഓഫ് മേഴ്സി. പക്ഷേ വാൽജീൻ വെറുതെ വിട്ടു, പക്ഷെ ആ ഒരു ആക്ട് ഓഫ് മേഴ്സി, ആ ഒരു ദയയുടെ ഒരു ആക്ടിനടുത്ത് ജാവേർട്ടിന് ഒരിക്കലും എന്താണ് ഒത്തുപോകാൻ പറ്റിയില്ല. കാരണം എന്താണ്? ദ മാൻ ഹു സ്പെയർഡ് ഹിം വാസ് എ തീഫ്, ഒരു കള്ളനാണ് തന്നെ ഇപ്പോൾ വെറുതെ വിട്ടുന്നത്. ആ ഒരു ചിന്തയാണ് ജാവേർട്ടിൻ്റെ ഉള്ളിലുള്ളത്. സോ ജാവേർട്ട്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേൾഡ് കെയിം ക്രാഷിംഗ് ഡൗൺ, റിട്ടേണിംഗ് ഗുഡ് ഫോർ ഈവിൾ, പാർഡൺ ഫോർ ടോർമെൻറ്റ് ആൻഡ് ഇൻജസ്റ്റിസ്, കമ്പാഷൻ ഇൻസ്റ്റെഡ് ഓഫ് വെൻജിയൻസ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഇൻ ജാവേർട്ട്സ് വേൾഡ്. അപ്പോൾ എന്താ പറയണത്? ജാവേർട്ടിനെ ഈ വാൽജിയൻ വെറുതെ വിട്ടെങ്കിലും ജാവേർട്ടിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അയാളെ വെറുതെ വിട്ടത് ഇപ്പോൾ ആരാണ്? വെറുതെ വിട്ടത് ഈ ഒരു കള്ളനാണ്. വാൽജിയൻ എന്നുള്ള കള്ളനാണ് ഇയാളെ വെറുതെ വിട്ടത്. അപ്പോൾ ഒരു ഈവിളായിട്ടുള്ള പ്രവൃത്തിക്ക് നന്മ കൊണ്ട് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ടോർമെൻറ്റ് ആൻഡ് ഇൻജസ്റ്റിസിന് മാപ്പ് നൽകുക, വെൻജൻസിന് പകരം ദയ കാണിക്കുക, അതൊന്നും ജാവേർട്ടിൻ്റെ ആ ഒരു ലോകത്തില്ല. ഹീ ഈസ് വെരി സ്ട്രിക്റ്റ്. അയാൾ നീതി എന്ന് പറഞ്ഞ ആ കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. ഓക്കെ, സോ ഹി വാസ് എ സ്ട്രോങ്, അപ്രൈറ്റ് ആൻഡ് ജസ്റ്റ് മാൻ. സ്ട്രോങ് ആയിട്ട് തൻ്റെ നിലയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന, നീതി മാത്രം കാണിക്കുന്ന ഒരാളാണ് ഈ ജാവേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു തീഫ്, ഇങ്ങനൊരു കള്ളൻ്റെ കയ്യിൽ നിന്നും ഒരു ഫേവറും അയാൾക്ക് ആവശ്യമില്ല. സോ അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇറ്റ് വാസ് എ സേഫ് വേൾഡ് ഓഫ് റൂൾസ് ബട്ട് നൗ ഹിസ് ലൈഫ് വാസ് ടേൺഡ് അപ്സൈഡ് ഡൗൺ. പക്ഷെ ഇപ്പോൾ ഈ ഒരു കള്ളൻ അയാളെ വെറുതെ വിട്ടപ്പോൾ ഇയാളുടെ ഈ എല്ലാ ചിന്തകളും മാറി മറിയാണ്. തൻ്റെ വേൾഡിൽ നിന്ന് താൻ പുറത്താവുന്നത് മാതിരി തോന്നുകയാണ്. അങ്ങനെ അയാൾ ഹി കിൽഡ് ഹിംസെൽഫ്. ജാവേർട്ട് സ്വയം അയാളെ തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കള്ളൻ വെറുതെ വിട്ടിട്ട് അങ്ങനെ ഒരു ജീവിതം ജീവിക്കണ്ടെന്നും കരുതിയിട്ട് ജാവേർട്ട് സ്വയം കൊന്നു. ഹി കിൽഡ് ഹിംസെൽഫ്. Was it from a huge sense of pride, or was he really unable to see the connection between justice or mercy? Or was it that he couldn't accept the fact that perhaps he too was flawed? പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഇയാളെ തന്നെ കൊന്നു. അപ്പോൾ അയാൾ അങ്ങനെ ചെയ്തത് അയാളുടെ ഒരു പ്രൈഡ്, അയാളുടെ ഒരു അഹങ്കാരം, അയാളുടെ ഒരു അഹംഭാവം കൊണ്ടാണോ? അതോ അയാൾക്കിനി ജസ്റ്റിസും മേഴ്സിയും, നീതിയും ദയയും തമ്മിലുള്ള ഒരു ബന്ധം അയാൾക്ക് മനസ്സിലാവാൻ കഴിയാത്തത് കൊണ്ടാണോ? അതും അല്ലെങ്കിൽ എന്താണ്, അയാളും തെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹി ടു വാസ് ഫ്ലോഡ്, താനും ഒരു പരിപൂർണനല്ല എന്നുള്ളൊരു സത്യം അത് സ്വീകരിക്കാൻ അയാൾ തയ്യാറല്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇയാളെ തന്നെ കൊന്നത്? ഈ ഒരു വാൽജീൻ അയാളെ വെറുതെ വിട്ടതാണ്. അപ്പോൾ ഈ കള്ളൻ വെറുതെ തന്ന ജീവിതം തനിക്ക് ജീവിക്കണ്ട, അത് തൻ്റെ വേൾഡിൽ അങ്ങനെ ഇല്ല എന്നും പറഞ്ഞിട്ട് സ്വയം അയാളെ തന്നെ കൊന്നു ജാവേർട്ട്. അപ്പോൾ അത് അയാളുടെ ഒരു പ്രൈഡാണോ, അതോ എന്താണ് അതിനെ അയാളെ അതിലോട്ട് നയിച്ചത് എന്ന് ചോദിക്കുകയാണ് നമ്മളോട്. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ജസ്റ്റിസ് ആൻഡ് മേഴ്സി ഒക്കേഴ്സ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇൻ റിയൽ ലൈഫ് ടു. നമ്മുടെ റിയൽ ലൈഫിലും ഇങ്ങനെ ജസ്റ്റിസിൻ്റെയും മേഴ്സിക്കും ഇടയ്ക്കുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
Often it is the innocent victims of social and economic injustice who have justice harshly pinned down on them, while the real culprits rankle free because of power or fame or wealth. എന്താ പറയണത്, ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്നത് എന്താണ്? സാമ്പത്തിക അന്യായങ്ങൾക്ക്, അതായത് പാവപ്പെട്ട ആളുകളാണ് എപ്പോഴും ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്, പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നത്. ശരിക്കുള്ള കുറ്റവാളികൾ ഒന്നില്ലെങ്കിൽ അവരുടെ പവർ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശസ്തി, അല്ലെങ്കിൽ അവരുടെ പൈസ, ഇത് വെച്ചിട്ട് എപ്പോഴും രക്ഷപ്പെടും. പക്ഷേ എപ്പോഴും ശിക്ഷിക്കപ്പെടുന്നത് ആരാണ്? ഓഫൺ, പലപ്പോഴും അത് ഇന്നസെൻറ്റ് വിക്ടിംസ് ആയിരിക്കും, പാവപ്പെട്ട ആളുകളായിരിക്കും. ഹൗ ഡു യു റിയാക്ട് ടു ബീങ് ഫോർഗീവൺ? അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഉഷാ ജയശുദാസൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? നിങ്ങളുടെ അടുത്ത് ഒരാൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? ലൈക്ക് ജാവേർട്ട്, ഡസ് ഇറ്റ് മേക്ക് യു ഫീൽ അഷെയിംഡ്? ജാവേർട്ടിനെ മാതിരി നമ്മുടെ അടുത്ത് ഒരാൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നാണം തോന്നുമോ, ലജ്ജ തോന്നുമോ? ഡു യു ഇവൻച്വലി ഡിസ്ട്രോയ് യുവർ സെൽഫ് ബിക്കോസ് ഓഫ് പ്രൈഡ്? അപ്പോൾ ആ ഒരു നാണക്കേട് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിങ്ങളെ തന്നെ കൊല്ലുമോ, നിങ്ങളെ തന്നെ നശിപ്പിക്കുമോ? ഓർ ഡസ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ് ഫോർ ദ ബെറ്റർ? അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ലൊരു രീതിക്ക് മാറ്റാൻ നിങ്ങൾ തയ്യാറാവൂ? സോ ഹൗ ഡു യു റിയാക്ട് ടു ബീങ് ഫോർഗിവൺ? ഇപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ഒരാൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പ്രതികരിക്കുക? ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു എസ്സേ ഉഷാ ജയശുദാസൻ അവസാനിപ്പിക്കുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നൊരു കാര്യം എന്താണ്? ജസ്റ്റിസും മേഴ്സിയും എന്താണ്? ട്വിൻസാണ്. അവർ രണ്ട് ട്വിൻ കോൺസെപ്റ്റുകളാണ്. അവർ തമ്മിൽ ചെറിയ കണക്ഷൻ ഉണ്ട്, ഒപ്പോസിങ് ആണെങ്കിൽ കൂടിയും. ഇപ്പോൾ ഒരാൾ നീതി മാത്രം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിലും അയാൾ ഒരു കരുണ ഇല്ലാത്ത ഒരാളായിട്ട് മാറും. പക്ഷേ ഇപ്പോൾ ഈ ഒരു കഥയിൽ തന്നെ ഇയാളൊരു ചെറിയൊരു ബ്രെഡിൻ്റെ കഷ്ണമാണ് മോഷ്ടിച്ചത്. അതും അദ്ദേഹത്തിൻ്റെ പെങ്ങളും അവരുടെ കുട്ടികൾക്കും വിശന്ന് വലഞ്ഞപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മോഷണം എന്നുള്ളൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ ജസ്റ്റിസ് മാത്രം കരുതുന്ന ഒരാൾ അയാളെ ശിക്ഷിക്കാൻ നോക്കും. പക്ഷെ ലേശം മേഴ്സി, കുറച്ച് കരുണുള്ള ഒരാളാണെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. സോ ജസ്റ്റിസ് മാത്രം, നീതി മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മേഴ്സിലെസ്, ഒരു ദയയില്ലാത്തവനായി മാറും. എന്നാൽ ദയ മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ജസ്റ്റിസ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ടും വരും. സോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അപ്പം എന്തായാലും ഇവിടെ നമ്മൾ ഈ ഒരു ജീൻ വാൽജീൻ എന്നുള്ള ഇയാളുടെ കഥയിലൂടെ ജസ്റ്റിസ് ആൻഡ് മേഴ്സി എന്നുള്ള ട്വിൻ കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഉഷാ ജയശുദാസൻ പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുള്ളൂ, ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു കഥയാണിത്. ആ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ബിഷപ്പ് മേഴ്സിക്ക് വേണ്ടിയിട്ടും ജാവേർട്ട് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ ആ രണ്ട് കോൺസെപ്റ്റുകൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഒരു എസ്സേയിലൂടെ ഉഷാ ജയശുദാസൻ ചെയ്യുന്നത്. സോ ഇത് ചെറിയൊരു എസ്സേയാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു ടൈപ്പ് ഓഫ് എസ്സേ ആണ്. സോ ഐ ഹോപ്പ് എവറി വൺ അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്കിനി അടുത്ത ചാപ്റ്ററായിട്ട് വൈകാതെ തന്നെ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.